ഇപ്പൊ ശരിക്കും പറഞ്ഞ ഞെട്ടിയത് എനിക്ക് തോന്നുന്നു ഈ റീ റിലീസ് വന്നപ്പോഴാണ്. പിന്നെ സലീം കുമാർ ചേട്ടൻ ഒരു മറ്റേ കസേരയിലേക്ക് നേരിയിരിക്കും, ഇത് നമ്മളെ തന്നെയാണോ? പക്ഷെ ഈ ആസ്വാദനം എന്നുള്ളത് ഒരു സെലിബ്രേഷനും നൃത്തനൃത്യങ്ങളും ഒക്കെ ആയിത്തീരുന്നൊന്നും വിചാരിച്ചില്ല. ഇതിപ്പോ ഒരു ഡാൻസ് DJ പാർട്ടി നടക്കുന്ന ഒരു പ്രതീതിയാണ്. 120 രൂപയ്ക്ക് ഇത്രയും വലിയൊരു പൈസ വസൂല് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്നാന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. എനിക്കത് ഒരു ഡീസൻറ്റ് സാധനം എന്നുള്ളതിനൊക്കെ ഉപരി നമുക്ക് ആളുകളെ ഞെട്ടിക്കണം. ലിറ്ററലി നമ്മൾ അതാണ് പറയുന്നത്. ഈ ഫാമിലി ഓഡിയൻസ് ഒക്കെ ഈ പിള്ളേർ യൂത്തന്മാർ വന്നിട്ട് ഡാൻസൊക്കെ കളിക്കുമ്പോൾ ശല്യം പോലെ കാണും. ഇവരൊക്കെ ഉണ്ടായിരുന്നുണ്ട്, സിനിമ കണ്ടുകൂടെ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇത് ഫാമിലി ഓഡിയൻസ് ഇപ്പം വരുന്നത് ഇവരുടെ ഡാൻസ് കാണാൻ കൂടെയാണ്. നമ്മൾ ഡയറക്ടർ അൻവറായിട്ട് നിന്ന് സംസാരിക്കണ്ടായി. പറഞ്ഞു പറഞ്ഞേടാ, എൻ്റെ മോനും 18 വയസ്സ്, നിൻ്റെ കരിയറിനും 18 വയസ്സ്. ഹായ് ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ് എന്ന എന്നോട് പറ. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജാണ്. ഹായ്, വെൽക്കം. എന്താ പറയണ്ടേ? ഞാൻ ഒരുപാട് വിളിച്ച് വെറുപ്പിച്ച് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇപ്പൊ റീ റിലീസ് ആയി ചോട്ടാ മുമ്പേ, നല്ല കളക്ഷൻസും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്ത് തോന്നുന്നു? അയ്യോ ഭയങ്കര, നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കുറച്ച് ദിവസം ഓടും, ആളുകൾ സെലിബ്രേറ്റ് ചെയ്യും, സന്തോഷിക്കും, ഫാൻസൊക്കെ ആഘോഷിക്കും എന്നൊക്കെ തന്നെ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത്ര ഒരു റേജ് ആകും, ഒരു ഫെസ്റ്റിവൽ ആകും എന്നൊന്നും സ്വപ്നത്തിൽ പോലും ഇമാജിൻ ചെയ്തിട്ടില്ല. അപ്പം അത് ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കാണാം എന്താ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. എത്ര തിയേറ്റർ ഇതുവരെ വാച്ച് ചെയ്തിട്ടുണ്ട്? ഞാനിപ്പോൾ കവിതയിൽ 2 പ്രാവശ്യം, പിന്നെ ഒന്ന് കാലടി പോയി, പിന്നെ പെരുമ്പാവൂർ പോയി കണ്ടു. തിയേറ്റർ വിസിറ്റ് പോലെ അങ്ങനെ. എല്ലാത്തിലും ഇപ്പൊ ഒരേ ഓളാണല്ലോ. പിന്നെ വനിതാ വിനിതയിലും കണ്ടിരുന്നു. എല്ലാത്തിലും ഒരേ ഓളാണ്. എനിക്ക് തോന്നുന്നു ആൾക്കാർ ആരും സീറ്റിൽ ഇരിക്കണമെന്നില്ല. ഡയലോഗ് പറയുമ്പോ കൂടെ പറയുന്നു, പാട്ട് പാടുമ്പോ ഫുൾ ഇറങ്ങി ഡാൻസ് ചെയ്യുന്നു. ഭയങ്കര രസമായിട്ട് പോവാണ്. നമുക്ക് എക്സ്റ്റസിയാണ്, വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഇപ്പൊ ആദ്യത്തെ പടമായിരുന്നല്ലോ, അപ്പൊ അന്ന് റിലീസിന് ഇരിക്കുമ്പോഴും ഇപ്പൊ ഇത് റീ റിലീസ് ചെയ്യുമ്പോ ഇരിക്കുമ്പോഴും ഉള്ള ഒരു എന്തൊക്കെ ആ ഒരു എന്താ പറയാ ആ സന്തോഷം എങ്ങനെയാണ്? സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യം അന്ന് കാണുമ്പോൾ അത് ഡെബ്യൂ സിനിമയാണ്. അപ്പൊ നമുക്ക് നമ്മളെയും കൂടെ നമ്മളെ പ്രേക്ഷകരെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്, ഒരു ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. പക്ഷെ അതേസമയം പേടിയുണ്ട്, നമുക്ക് നമ്മൾ ചെയ്തത് ഓക്കെ ആണോ അല്ലയോ, അല്ലെങ്കിൽ പ്രേക്ഷകർ അത് എങ്ങനെ എടുക്കും എന്ന് നമുക്ക് അറിയില്ല. അതിൻ്റെ ഒരു അങ്ങനെ ഒരു ടെൻഷനിലിരുന്നാണ് നമ്മൾ ആദ്യത്തെ ഷോ ആക്ച്വലി കണ്ടത്. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി എവറിബഡി നോസ് ദ മൂവി. യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, പണ്ട് കണ്ടവരുണ്ട്, സിനിമ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓൾറെഡി സിനിമ ആളുകൾക്ക് ഒരു പ്രിയപ്പെട്ട സിനിമയാണെന്ന് അറിയാം. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു കൾട്ട് ഓഡിയൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പം ഡെഫിനറ്റ്ലി ആ ഓഡിയൻസ് തന്നെ വന്ന് അതിനൊരു ഹാപ്പി മോഡാക്കും. അപ്പം അത് ആസ്വദിക്കാം എന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പം ഇത്തവണ കണ്ടപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം നമ്മളൊന്നും കൂടെ സ്കൂളിലൊക്കെ വിസിറ്റ് ചെയ്യില്ലേ, പിന്നീട് സ്കൂളിൽ അലുമിനി ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോഴൊരു ഫീൽ, കുറച്ച് നമ്മൾ ലെയ്ഡ് ബാക്ക് ആയിട്ട് ചില്ലായിട്ട് നമുക്കിത് ആസ്വദിക്കാം. പക്ഷേ ഈ ആസ്വാദനം എന്നുള്ളത് ഒരു സെലിബ്രേഷനും നൃത്തനൃത്യങ്ങളും ഒക്കെ ആയിത്തീരുന്നൊന്നും വിചാരിച്ചില്ല. ഇതിപ്പോ ഒരു ഡാൻസ് DJ പാർട്ടി നടക്കുന്ന ഒരു പ്രതീതിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കവിതയിൽ നൈറ്റ് ഷോ പോയി, 12 o'clock ഷോയ്ക്ക് പോയപ്പോൾ ആളുകള് കുറെ യൂത്ത്, പിള്ളേരും പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ ഗ്രൂപ്പായിട്ട് ദേ ആർ കമ്മിങ് ആസ് ഇഫ് ദേ ആർ കമ്മിങ് ടു എ ക്ലബ്. ഒരു ക്ലബില് ഒരു ടുമോറോ ലാൻഡിന്റെ ഒക്കെ ഒരു ഷോ നടക്കുന്ന ഒരു എഫക്റ്റ്, അതിനുവേണ്ടി ആളുകൾ ആസ്വദിക്കാനും ഇവിടെ ഒരു വൈബ് പിടിക്കാം. ആ ഒരു അന്തരീക്ഷം, ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കയറി അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇന്നൊരു മെസ്സേജ് വന്നാൽ 120 രൂപയാകുമ്പോൾ 120 രൂപയ്ക്ക് ഇത്രയും വലിയൊരു പൈസ വസൂല് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്നാന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ബിക്കോസ് ദാറ്റ് മേക്സ് സെൻസ്. ഇപ്പൊ നമ്മൾ ആളുകൾ സിനിമ കാണുന്നതിനൊക്കെ ഉപരി പൈസ മുടക്കി സിനിമ കാണുന്ന പ്രേക്ഷകന് ഒരു പൈസ വസൂൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു റെയർ ഒക്കറൻസ് ആണ്. അത് ഒരു ഭീകരമായിട്ട് അത് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് സന്തോഷം. ഞാൻ കണ്ടത് കവിതയെന്നാണ്. അപ്പൊ കവിതയെന്ന് ഇതുപോലെ തന്നെ 12 മണിയുടെ ഷോയ്ക്കാണ് കണ്ടത്. ചെറുപ്പത്തിൽ കാണുമ്പം ഞാൻ ഈ പാടെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ഇന്നാ, ഐ മീൻ അതായത് ഇപ്പൊ റീ റിലീസ് ആയപ്പോ സമയത്താണ് കാണുന്നത്. അപ്പൊ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു തിയേറ്ററിൽ നമുക്ക് ഈ നടുക്കളത്തിൽ പോയി ഡാൻസ് കളിക്കില്ലേ, അതെന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സാധിച്ച പടമാണിത്. ഒരാള് പോലും കവിതയിൽ ഇരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും എണീറ്റ് പോകും. സാധാരണ എനിക്ക് തോന്നുന്നു, സാധാരണ ഈ ഫാമിലി ഓഡിയൻസ് ഒക്കെ ഈ പിള്ളേർ യൂത്തന്മാർ വന്നിട്ട് ഡാൻസൊക്കെ കളിക്കുമ്പോൾ ശല്യം പോലെ കാണും. ഇവരൊക്കെ ഉണ്ടായിരുന്നുണ്ട്, സിനിമ കണ്ടുകൂടെ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇത് ഫാമിലി ഓഡിയൻസ് ഇപ്പൊ വരുന്നത് ഇവരുടെ ഡാൻസ് കാണാൻ കൂടെ. അതെ, എൻജോയ് ചെയ്യാന്നുള്ളതാണ്, എല്ലാം മറന്ന് എൻജോയ് ചെയ്യാന്നുള്ളത് സെലിബ്രേഷൻ മോഡാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പടത്തിന് ഇപ്പൊ ഒരു
ആ ഫ്രഷ്നെസ് ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കിട്ടുന്നുണ്ട്. അത് ആ സിനിമ അങ്ങനെ ഒരു വൈബാണ് ആ പടം. ഒരു റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് അവസാനം വരെ, അത് അവസാനം വരെ ലാസ്റ്റ് ഷോട്ട് വരെ ആ മണിക്കുട്ടനും സിദ്ദിഖ് സാറും കൂടെ ഓടുന്ന ഷോട്ട് വരെ ഒരേ പേസ്, അല്ല മേലേക്കേ പോകുന്നുള്ളൂ, താഴേക്ക് പോലും പോകുന്നില്ല. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് പാട്ട് വരിക, പാട്ട് വരുമ്പോൾ ആളുകൾ ഇറങ്ങി ഡാൻസ് കളിക്കുക. ഇത് അന്ന് ചെയ്യുമ്പോഴും ഇങ്ങനെ ഇത്രയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ മുമ്പിലുള്ള കാര്യം ഏറ്റവും അടിപൊളിയായി ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാവ് എന്നുള്ളൊരു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ കരിയറിന് ഒരു 18 വയസ്സായി എന്നുള്ളതാണ്. അപ്പൊ അൻവർ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്ടർ അൻവറായിട്ട് നിന്ന് സംസാരിക്കണ്ടായി. അപ്പൊ അൻവർ പറഞ്ഞു, എടാ എന്റെ മോനും 18 വയസ്സ്, നിന്റെ കരിയറിനും 18 വയസ്സ്, എല്ലാം 18 വയസ്സാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് റീവിസിറ്റ് ചെയ്യുമ്പോൾ വി ആർ ലൈക്ക് നമ്മള് പ്രായപൂർത്തിയായി എന്നുള്ളൊരു ഫീലാണ്. ഇപ്പൊ ഞാൻ ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടതെന്ന് വെച്ചാല് തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പം ഇതെനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ആണ് അങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഡേയിൽ ഈ ഷോ കണ്ടതും ആ ഒരു മൊമെന്റ് ഓർക്കുന്നുണ്ടോ? അപ്പൊ 18 വർഷം മുമ്പ് ഈ സിനിമ ആദ്യമായിട്ട് കാണുന്ന ഓർമ്മ എന്ന് പറയുന്നത്, എൻ്റെ ഫാമിലി, അമ്മയും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, അൻവർ ഫാമിലി എല്ലാവരും, മൊത്തം ക്രൂവിന്റെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇതിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് പേടി, ഫാമിലിക്കാരെ എല്ലാവരും ഇങ്ങനെ കാണാൻ വേണ്ടി ഇരിക്കുന്നു. പിന്നെ അതുപോലെ ഫാൻസിന്റെ ബഹളം, ഇപ്പോഴത്തെ പോലെ തന്നെ പഞ്ചവാദ്യവും ഈ ചെണ്ടമേളം ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഫിലിം പെട്ടിയൊക്കെ കൊണ്ടുവന്നത് എന്തോ ഭയങ്കര റിച്വലിസ്റ്റിക് ആയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. ആനപ്പുറത്താണെന്നാണ് എൻ്റെ ഓർമ്മ, ശരിയല്ലെങ്കിൽ തിരുത്തണം. പക്ഷെ എൻ്റെ ഓർമ്മ അതാണ്, അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, ആനപ്പുറത്ത് കൊണ്ടുവന്നതായിട്ട്. അപ്പൊ അത് ഒരു വലിയൊരു പരിപാടി പോലെയാണ് അന്ന് നടന്നതൊക്കെ, ഒരു സെലിബ്രേറ്ററി മൂവി എന്നുള്ള രീതിയിൽ. പക്ഷെ സെലിബ്രേറ്ററി മൂവി ആണെങ്കിൽ പോലും ആ സിനിമയിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, വൺസ് ദ ഡ്രാമ സെറ്റ്സ് ഇൻ, ആളുകൾ സിനിമയിൽ ആസ്വദിക്കുന്നുണ്ട്. സിനിമയുടെ അകത്ത് കയറി ഡാൻസ് കളിക്കാൻ മാത്രമല്ലാതെ സിനിമയുടെ ഡ്രാമ നമ്മളെയും കൂടെ ബാധിക്കുന്ന രീതിയിൽ ആ സിനിമയുടെ ഒരു നറേഷൻ സ്ക്രിപ്റ്റിൽ തന്നെ, ആ ബെന്നിച്ചേട്ടന്റെ സ്ക്രിപ്റ്റ് കിടിലം പരിപാടിയാണ്. ഒരു സമയത്ത് പോലും അത് ഒരു സീരിയസ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡിപ്പല്ല പെട്ടെന്ന് അതൊരു കോമഡിയിലേക്ക് മാറുന്നു. കോമഡി ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടുത്ത ഷോട്ട് ഇമ്മീഡിയറ്റ് സീരിയസ്നെസ്. അപ്പൊ അത് ആ ഒരു വൈബൊക്കെ ഈ പറഞ്ഞ അന്നത്തെ പണ്ടത്തെ ഫസ്റ്റ് ഷോയ്ക്കും ഉണ്ടായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വാസ് ഗ്രേറ്റ്. അത് ഒരു എന്നെ സംബന്ധിച്ചോളം നമ്മുടെ ലൈഫിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊമെന്റ് ആയിരുന്നു, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊമെന്റ് ആയിരുന്നു ആ ദിവസം. ഇപ്പം ഇതിലെ ഇൻട്രോ ആണ് ഭയങ്കര കൊച്ചു പിള്ളേരെ നിർത്തിയിട്ട് ആ ജിപ് ഷോട്ട്, അഴകപ്പൻ സാറിന്റെ ആ ജിപ് ഷോട്ട് ഇങ്ങനെ വരുമ്പം ആ ഇൻട്രോ വരും, ആ ബിജി വരുന്നുണ്ട്. അത് ശരിക്കും ആദ്യം ഈ പടം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചതാണോ? ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഷൂട്ടിന് ശേഷമാണ് ആ സീക്വൻസ് ആണ് ആദ്യം കാണിച്ചത്. ആദ്യത്തെ ഒരു എൻറ്റയർ ബ്ലോക്കില് ലാലേട്ടൻ വന്നിട്ട് ആ ഒരു ഗുസ്തി റിങ്ങിൽ കയറി സബാട്ടീനെ അടിച്ചിടുന്ന വരെ എൻറ്റയർ സംഭവം എനിക്ക് ആദ്യം തന്ന ഒരു റഷിലുണ്ടായിരുന്നു. അത് കണ്ടിങ്ങനെ ദൈവം ഇത് എവിടെ എങ്ങോട്ടാ പോവേണ്ടത്, അതിന് മാത്രം ഇവന്റ്സ് ആ ഒരു 10-18 മിനിറ്റിനകത്ത് ഇത്രയും ഇവന്റുകൾ നടക്കുന്നു, കുറേ കാര്യങ്ങൾ, ഇൻട്രോസ് എല്ലാം നടക്കുന്നു. ആ ഇൻട്രോസ് ഒന്നും ഡിപ്പാവുന്നില്ല, എല്ലാം ഇങ്ങനെ ഒന്നിനൊന്ന് മെച്ചം, ഓരോ എപ്പിസോഡിക് ആയിട്ടാണ് ഓരോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആദ്യത്തെ ഷോട്ട് തന്നെ ശരിക്കും ഒരു ക്ലാസിക് മൂവിയുടെ ഒരു രീതിയാണ്. അങ്ങനത്തെ ഒരു ഷോട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫൺ മൂവിയിൽ നമ്മൾ പ്രതീക്ഷിക്കില്ല. ഒരു ക്ലാസിക് സ്റ്റൈലിലാണ് അതിന്റെ ഒരു പരിപാടി. ആ ചോട്ടാമ്പൈ ടൈറ്റിൽ നിന്ന് വരുന്നതും ആ കുട്ടി ആ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്നതൊക്കെ അപ്പൊ അതിൽ തന്നെ ഒരു ക്ലാസ്, ആ തുടക്കമൊക്കെ മ്യൂസിക്കലി ആണെങ്കിലും അങ്ങനെ പിടിക്കാനാണ് നോക്കിയത്. പിന്നെ ഓഫ് കോഴ്സ് നറേറ്റീവില്, വിഷ്വലിലും നറേഷനിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനൊപ്പം സഞ്ചരിച്ചാൽ മതി. ആ ഷോട്ടിലും അതുപോലെ തന്നെ ആ എഡിറ്റും കൂടെ വരുമ്പോ കൃത്യമായിട്ട് അതിന് നമ്മൾ അതിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഡോണിന്റെ എഡിറ്റ് ആണെങ്കിലും, അളകപ്പൻ സാറിന്റെ ക്യാമറ, ഇവൻ രാജീവ് രവി വാസ് ഓൾസോ ഡൂയിങ് ക്യാമറ ഫോർ വൺ ഷെഡ്യൂൾ എന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു തോന്നുന്നു, ആദ്യത്തെ ഷെഡ്യൂളാണ് എപ്പോഴും ഉണ്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഷൂട്ടിന് സെറ്റിൽ പോയപ്പോഴത്തേക്ക് അദ്ദേഹം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ എല്ലാവരുടെയും വർക്കിന്റെ റിസൾട്ടാണ്. ഓഫ് കോഴ്സ് ആ ഒരു ടവറിങ്, അൻവറിന്റെ ഒരു ടവറിങ് പ്രസൻസ് എല്ലാത്തിലും അൻവർ ഭയങ്കര മെറ്റിക്കുലസ് ആണ്. അത് ഓരോ കുഞ്ഞു ഡീറ്റെയിലും പിടിക്കും, കുഞ്ഞു ഡീറ്റെയിലും ശ്രദ്ധിച്ച് ഇവിടെ ഇപ്പൊ ഇങ്ങനെ നമ്മൾ പിടിച്ചില്ല എങ്കിൽ അത് പ്രേക്ഷകൻ അങ്ങനെ എടുക്കും. അത്ര വെൽ സ്റ്റഡീഡ് അല്ലെ വെൽ അണ്ടർസ്റ്റുഡ്. ആ സിനിമ എങ്ങനെ പ്രേക്ഷകർ എടുക്കുന്നതിനെ പറ്റി ഭയങ്കര ഒരു അനാലിസിസ് എടുക്കുന്നതിന് മുമ്പേ ഉണ്ട്. ബാക്കിയൊക്കെ പ്രേക്ഷകരുടെ കയ്യിലാണ്. എന്നപോലെ നമുക്കൊരു അനാലിസിസ് വേണമല്ലോ, അല്ലാണ്ട് നമ്മളെല്ലാം മറ്റേ ഈ കാർഡടച്ച് വെടിവെക്കുന്ന പോലെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്യലല്ല, കൃത്യമായിട്ടുള്ളൊരു ഫോളോ പരിപാടികളുണ്ട്. ഇപ്പോൾ ഈവൻ മ്യൂസിക്കിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ എന്ത് വേണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാമ്പ് ചാക്കോടെ തീമാണെങ്കിലും അതിൽ വിളയാട് പാമ്പയുടെ കൺസെപ്റ്റ് എടുത്തിട്ടുള്ളൊരു തീം,
അല്ലെ സൈനുവും സിദ്ദിഖ് മറ്റേ അവർ രണ്ടുപേരും കൂടെ മുള്ളൻ ചന്ദ്രപ്പനും കൂടെ ഓടുമ്പോൾ പോലീസ് ആദ്യം ഓടുമ്പോൾ സ്റ്റൈലിഷ് ആയിട്ട് ഏതോ റണ്ണിങ് റേസ് മാരത്തോൺ റിലേ ആണെന്ന് തോന്നുന്നു, പെട്ടെന്ന് അടുത്ത സൂം ഔട്ട് ചെയ്യുമ്പോൾ പോലീസിനെ കാണിക്കുമ്പോൾ അതൊരു കോമഡി ആയി മാറുന്നു. അങ്ങനെയൊക്കെയുള്ള അതുപോലെ സുശീലന്റെ ഷോട്ടില് മറ്റേ വിക്രമോർ വേതാളിലുള്ള പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന മറ്റേ വേദാണ് ഒരു ശവം ഇങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഡ്രീമിലേക്ക് പണ്ടത്തെ ഹിന്ദി സീരിയലിലേക്ക് ഡ്രീമിലേക്ക് പോകുമ്പോ ഒരു സാധനമൊക്കെ പോകും എന്ന് പറഞ്ഞ പോലത്തെ ഓരോ എലിമെന്റും നമ്മൾ ആസ്വദിച്ചു തന്നെയാണ്. അത് ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളെല്ലാവരും അത് വാവ് അടിപൊളി ഇത് തന്നെ പിടിക്കാം. അതായത് എങ്ങനെയൊക്കെ നമുക്ക് പ്രേക്ഷകരെ നമുക്ക് കയ്യിലെടുക്കാം എന്നുള്ളതിനെ പറ്റി ഭയങ്കരമായിട്ടൊരു വർക്ക്. അതെനിക്ക് തോന്നുന്നു അന്നത്തെക്കാളും കൂടുതൽ ഇപ്പോഴാണ് അതിനൊരു ഒരു ഒരു പുതിയ സെറ്റ് ഓഫ്, അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു പ്രേക്ഷകരെ സെറ്റ് ഓഫ് ഓഡിയൻസിനെ കൂടെ നമുക്ക് കിട്ടി ആ സിനിമയ്ക്ക് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈവൻ ഞാൻ ഒറ്റ കാര്യം കൂടെ അതിൽ പറയാം. ഇപ്പോൾ വൺസ് ദ റിലീസ് വാസ് ഫിക്സ്ഡ്, ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ ഉറക്കം പോയി. ഉറക്കം പോയതിന് കാരണം ഇത്രേ ഉള്ളൂ, നമ്മൾ അന്ന് 12 ദിവസത്തിലാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ തീർത്തത്. ധൃതി പിടിച്ചിട്ടൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ധൃതി പിടിച്ചെന്ന റിലീസൊക്കെ ഫിക്സ്ഡ് ആണ്. അങ്ങനെ ഒരു എല്ലാം ടൈം ബേസ്ഡ് ആയിട്ട് പോകുന്നൊരു പരിപാടിയായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ പോലെ ഒത്തിരി സ്ട്രെച്ച്ഡ് ഔട്ട് ടൈമൊന്നും കിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിൽ ഓക്കെ ഇത് കുറച്ചും കൂടെ ചെയ്യാമായിരുന്നു, വർക്ക് ചെയ്യാമായിരുന്നു തോന്നിയ ചില ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, എടാ നമ്മുടെ പിള്ളേരും അല്ലെങ്കിൽ ഇതുവരെ ചോട്ടാ മുംബൈ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് കണ്ടിട്ട് ഇതാണോ നിങ്ങളുടെ ചോട്ടാ മുംബൈ എന്ന് ചോദിക്കരുത്. നമുക്ക് അത് മാത്രമല്ല, എന്റെ ഉറക്കം പോയി. അത് നോക്കണ്ട, നമുക്ക് ഉള്ളത് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മള് ആ മിക്സിലൊക്കെ റീവർക്ക് ചെയ്യുക, കുറച്ച് സീക്വൻസുകളൊക്കെ നമ്മൾ റീവർക്ക് ഇരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ കാണുന്ന സൗണ്ടിലേക്ക് അന്നത്തെ മിക്സിനേക്കാളും വേറൊരു ലെവലിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റിയതൊക്കെ ഇപ്പോഴാണ്. ഇപ്പൊ പറഞ്ഞ പോലെ 12 ദിവസം എടുത്തിട്ടാണ് ഇത് പെട്ടെന്ന് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ആസ് എ ന്യൂ കമർ അപ്പൊ ആസ് എ ന്യൂ കമർ ഇത് ഭയങ്കര ചലഞ്ചിങ് അല്ലേ? അപ്പം ഇത്രയും ഒരു പ്രഷർ ഉണ്ടോ? ലാലേട്ടന്റെ പടമാണ്, അൻവർ റഷീദ് സ്കോർ കഴിഞ്ഞിട്ട് നമ്മള് ബോധം കെട്ട് വീട്. കാരണം അതുവരെ അതായത് ഒരു സീൻ ചെയ്യുക, അത് കേൾപ്പിക്കുക, അത് കറക്ഷൻ ഉണ്ടെങ്കിൽ അത് അടുത്തേക്ക് പോവുക, അടുത്ത ലഞ്ച് ടൈമേ കഴിക്കുക, നേരെ വന്നിരിക്കുക, പിന്നെ അടുത്ത ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ കേൾപ്പിക്കുക, പിന്നെ കോഫി ടൈം, അങ്ങനെ നൈറ്റ് വരെ പോവുക. ലേറ്റ് നൈറ്റ് 9-10 മണി വരെ വർക്ക് ചെയ്തിട്ട് ഉറങ്ങി 2 മണിയോ 2:30 3 മണിക്കൊക്കെ മുമ്പ് എണീറ്റിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു പ്രോസസ്. ദാറ്റ് വാസ് എ ബിഗ്, എന്താ പറയാ, അതൊരു പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, അതായത് നമുക്ക് ഡെഡ് ലൈൻസ് ഉണ്ടെങ്കിൽ വി വിൽ വർക്ക് അണ്ടർ പ്രഷർ. See, if I give you 1 year to do something, നമ്മൾ 1 year കഴിയുന്നതിന്റെ തലേ ദിവസം വരെ നമ്മൾ അത് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവില്ല. കാരണം സമയമുണ്ടല്ലോ, നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുക ദാറ്റ് യു ഹാവ് ടൈം, യു ക്യാൻ റിലാക്സ്. അപ്പൊ നമ്മൾ ബ്രെയിൻ ഓവർ ഡ്രൈവ് മോഡിലേക്ക് പോണില്ല. പക്ഷെ നമുക്ക് ഡെഡ് ലൈൻ ഉണ്ട്, 1.5 ദിവസമുള്ളൂ. ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ വിൽ ഗോ ടു എൻ ഓവർ ഡ്രൈവ് മോഡ്. വി വിൽ ഗെറ്റ് തിങ്സ് അക്കംപ്ലിഷ്ഡ്. ശരിക്കും പറഞ്ഞ ഡെഡ് ലൈൻ നല്ലതാണെന്നുള്ളതാണ്. കൂടുതൽ സമയം കിട്ടിയാൽ അപകടമാണ്, ചെയ്ത് കുളവാക്കും. ഇപ്പൊ പറഞ്ഞ പോലെ ഇൻട്രോ സീൻ ആദ്യം കാണിച്ചു തന്നു, എന്നിട്ടാണ് ഇതിനൊരു BG പറഞ്ഞേക്കുന്നത്. ആദ്യമായിട്ട് കിട്ടിയ ഒരു ഓഫറാണ് ഈ പടത്തിലേക്ക് ഇന്ന് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു ചുവടുവെപ്പാണ് ഈ സാധനം. അപ്പം ഈ ഫസ്റ്റ് ഈ ഷോട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉള്ള ചിന്ത എന്തായിരുന്നു? അത് എങ്ങനെ അതിലേക്ക് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക്? ചോട്ടാ മുംബൈ ഞാൻ ആദ്യ സിനിമ ഷൂട്ടിനൊക്കെ മുമ്പേ ചെയ്തു. പാട്ടുകൾ നമ്മൾ ഷൂട്ടിന് മുമ്പേ ചെയ്തു, സോങ്സ്. ചോട്ടാ മുംബൈ ആദ്യം ഈ പറഞ്ഞാൽ എനിക്ക് ഓഫർ കിട്ടിയ സമയത്ത് എൻ്റെ അടുത്ത് അൻവർ പറഞ്ഞതാണ്, എടാ ഇതാണ് കൺസെപ്റ്റ്, ഇതാണ് നമുക്ക് ആ സ്ഥലവും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു, പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു നാഷണൽ നമുക്കൊരു ഹിന്ദി പാട്ടൊക്കെ കേൾക്കുന്ന പോലെ ഒരു നോട്ട് എസെൻഷ്യലി ഒരു മലയാളം പാട്ടെന്ന് ഫീൽ ചെയ്യണ്ട, നമുക്ക് കുറച്ചും കൂടെ ഒരു റഹ്മാൻ സാറൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ട്രാക്ക് ഫീൽ ചെയ്യണം. അങ്ങനത്തെ ഒരു മോഡേൺ പരിപാടി കിട്ടണം. പക്ഷെ അത് ഇഷ്ടപ്പെട്ടു, അതാണ് നമുക്കൊരു തീം പോലെ വേണ്ടത്. ചോട്ടാ മുംബൈ എന്നുള്ളൊരു വേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് അത് നമുക്ക് പ്രൊഡ്യൂസർക്കും മണിയമ്പിള്ള രാജുവേട്ടനും ലാൽ സാറിനും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിലാണ് നിനക്ക് അവസരം. അതുവരെ നമുക്ക് ഓക്കെ അല്ല, ഉറപ്പില്ല. അപ്പോൾ അതൊരു ചലഞ്ചാണ്. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ വീട്ടിൽ പോയിരുന്നു സ്റ്റാർട്ട് ചെയ്തു പരിപാടി. ആ ചോട്ടാ മുംബൈ ആ സംഭവം സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു മെയിൻ സ്ക്രാച്ച് ഉണ്ടാക്കി അൻവറിനെ കേൾപ്പിച്ചു. അല്ലല്ല, ഒന്നുമില്ല, ജസ്റ്റ് ആ കൺസെപ്റ്റ് പറഞ്ഞു തന്നു, ഇതാണ് പരിപാടി. പക്ഷെ ഭയങ്കര എനർജി ആയിരിക്കണം. ഇതാണ് സിനിമയുടെ ടൈറ്റിലൊക്കെ ആവാൻ പോണത്. ഒരു രീതിയിലും അത് താഴെ നല്ല റിതമിക്കായിട്ട് നല്ല റിതമിക്കായിട്ട് പോകണം, അതാണ് സംഭവം. അപ്പം ഞാൻ ആ മെയിൻ സംഭവം ഒരു ഫുൾ ബോഡി ഉണ്ടാക്കിയിട്ട് അൻവറിനെ
കേൾപ്പിച്ചു. അപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എൻ്റെ അടുത്ത് ചെറിയ ചെറിയ സജഷൻസ്, എടാ നമുക്ക് ഇതെടുത്തിട്ട് അവിടെ ഇടാവോ, എൻഡിങ് നമുക്കൊരു സംഭവം പിടിക്കാമോ, അല്ലെ ബിഗിനിങ് നമുക്ക് എന്തെങ്കിലും ഒരു ഫിലിമാറ്റിക്, അങ്ങനെയാണ് ആക്ഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ വരുന്നത്. അപ്പോൾ പുള്ളിയുടെ മനസ്സിലുണ്ട് എന്താ ഷൂട്ട് ചെയ്യാൻ പോകണമെന്നുള്ളത്, മനസ്സിലാണ്ട. അപ്പൊ അങ്ങനെയുള്ള കുറെ എലിമെന്റുകൾ ആഡ് ചെയ്തു, കുറച്ച് അങ്ങനെ കുറെ ഡയറക്ടോറിയൽ ആയിട്ടുള്ള വിഷ്വലി വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹൈയിലേക്ക് ഭയങ്കര ഓർക്കസ്ട്രൽ ഒരു കൊയറും വലിയൊരു സംഭവത്തിലോട്ടൊക്കെ പോയി, മറ്റേ ആ ട്രഷർ ഹണ്ട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു വലിയൊരു വലിപ്പം കിട്ടണം. അപ്പൊ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു കൊയർ സാധനം ഉള്ളത് മുതൽവന്റെ തീമിൽ അങ്ങനത്തെ ഒരു കൊയർ പരിപാടി റഹ്മാൻ സാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാത്രം നമ്മുടെ ഉള്ളിൽ ഒരു പൂർവ്വ മാതൃക എന്ന് പറയാനുള്ളൂ. അങ്ങനെ ഒരു ലാർജർ ദാൻ ലൈഫ് ഒരു ട്രാക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കൊയർ സംഭവം വെച്ചിട്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെയാണ് മറ്റേ ആ ഒരു കോറസ്, വലിയൊരു ഇംഗ്ലീഷ് കൊയർ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് വന്ന്. അപ്പൊ ട്രാക്കിന് പല ഒരു ജേർണി ആ ട്രാക്കിനുണ്ട്. ഒരു ചെറുതിന്ന് തുടങ്ങി ഒരു കുട്ടിയുടെ ശബ്ദത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുംബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാടുന്നു, അത് എൻ്റെ തോന്നുന്നു ഒരു റഹ്മാൻ സ്റ്റൈലിലേക്ക് പാടുന്നത്, മുംബൈ വെറുതെ ഒക്കെ പിടിച്ച് അങ്ങനത്തെ ഒരു നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ അതിൽ ചെയ്തത്. നമുക്ക് ആരാധനയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചത്. പക്ഷെ അത് ആ ഒരു എനർജി അതിന് ഭയങ്കരമായിട്ടുണ്ട്. ഈ പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിലിട്ട് പണിയില്ലേ. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഓക്കെ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഒരു കാര്യം ചെയ്ത് ഒരു ഡീസൻറ്റ് സാധനം എന്നുള്ളതിനൊക്കെ ഉപരി നമുക്ക് ആളുകളെ ഞെട്ടിക്കണം. ലിറ്ററലി നമ്മൾ അതാണ് പറയുന്നത്, എപ്പോഴും ആളുകളെ നമുക്ക് ഞെട്ടിക്കണം. ഒരു സാധനം വെച്ച് ഞെട്ടിക്കുക എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയത് എനിക്ക് തോന്നുന്നു റീ റിലീസ് വന്നപ്പോഴാണ്. മറ്റേ സലീം കുമാർ ചേട്ടൻ ഒരു മറ്റേ കസേരയിലേക്ക് നേരിയിരിക്കും, നമ്മളെ തന്നെയാണോ എന്ന് പറയുന്നത്. ലിറ്ററലി അതായിരുന്നു അവസ്ഥ. കാരണം ഇത് നമ്മള് ആരും എക്സ്പെക്ട് ചെയ്യാത്ത, രാജുവേട്ടനാണെങ്കിലും എന്നെ സിനിമയുടെ ഫസ്റ്റ് ഷോ ആയിട്ട് എന്നെ വിളിച്ചു. ഫസ്റ്റ് പറഞ്ഞ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടാ എനിക്കൊരു കൺഗ്രാജുലേഷൻ, ഹിറ്റല്ലേ പടം, ഹിറ്റായില്ലേ. ഞാൻ പറഞ്ഞു ചേട്ടന് സന്തോഷമായെന്ന് ചോദിച്ചു, രാജുവേട്ടന് സന്തോഷമായെന്ന് ചോദിച്ചു. എനിക്ക് ഇപ്പോഴാണ് ശ്വാസം വീണത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ശരിക്കും ഇപ്പൊ റീ റിലീസ് ആയപ്പോ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് രാഹുൽ രാജിനെ ആയിരിക്കും. ആ ശരിക്കും പറയാം നമ്മൾക്കൊരു, ഞാൻ പറയാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചോട്ടാ മുംബൈ എല്ലാവർക്കും അറിയാം, മിക്കവർക്കും പീപ്പിൾ നോ അബൌട്ട് ചോട്ടാ മുംബൈ, പീപ്പിൾ ഹാവ് വാച്ച് ദ ഫിലിം, പാട്ടുകൾ കേട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊരു സെലിബ്രേറ്ററി മോഡിലേക്ക് ഓരോ ഒരു 5, 6, 7 വർഷം കൂടുമ്പോൾ പോപ്പ് കൾച്ചർ മാറും. അപ്പോഴുള്ള ആളുകളുടെ ഫേവറേറ്റ് കാര്യങ്ങൾ മാറും, സിനിമകൾ മാറും, പാട്ടുകൾ മാറും, ഇല്ലേ. പിന്നീടുള്ള പാട്ടുകൾ എന്നിട്ട് വിന്റേജിലേക്ക് മാറും. നമ്മള് വിന്റേജ് ഫൈറ്റ്സിലേക്ക് അല്ലെങ്കിൽ അല്ലേ റെട്രോ ഫൈറ്റ്സിലേക്ക് എടുത്ത് മാറ്റി വെക്കും. അപ്പൊ അങ്ങനെ എടുത്ത് വെക്കപ്പെട്ട പാട്ടുകളും ഒക്കെയാണ് ആ സിനിമയിലുള്ളത്. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പൊ തല പോലെ ഒരു പാട്ട് വാസ് വെരി, അന്നേ ഒരു ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ച് അതിനുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും തോന്നിയിരുന്നൊരു കാര്യമാണ്. ഓഫ്കോഴ്സ് അത് അന്ന് റിസീവ് ചെയ്യപ്പെട്ടു. പക്ഷെ ഇന്നത് ആളുകൾ ആ നൊമ്പരം കളയുന്ന പാടിക്കഴിഞ്ഞിട്ട് ആ തലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തല എല്ലാരും കൂടെ പാടുമ്പോഴത്തേക്കും എനിക്ക് അറിഞ്ഞൂടെ എല്ലാ രോമങ്ങളും എണീറ്റ് നിന്ന് ഡാൻസ് കളിക്കുന്ന പോലത്തെ അവസ്ഥയാണ്. എനിക്ക് പറഞ്ഞ അതാണ് ഞെട്ടൽ എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് വാസ്കോഡ ഗാമയാണ് കൂടുതൽ എല്ലാരും സെലിബ്രേറ്റ് ചെയ്തെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി ഇപ്പൊ പറഞ്ഞ പോലെ നൊമ്പരം ആ ഒരു സ്റ്റാൻസ് ആണ് കൂടുതൽ എല്ലാരും ചെയ്യുന്നത്. അല്ല രണ്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓഫ് കോഴ്സ് വാസ്കോഡ ഗാമയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് സിനിമ തീരാൻ പോവാണ്, ക്ലൈമാക്സിനോട് അടുത്താണ്. അപ്പൊ അതൊരു വലിയൊരു റിസ്ക് ആണ്. പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് റൈറ്റർ ബെന്നിപ്പി നായരമ്പൽ എന്നോട് പറഞ്ഞാ ഇത് പാളരുത്, ഇത് ഇവിടെ ഒരു പാട്ട് അവസാനം പാട്ട് വെക്കണോ വേണ്ടെന്നുള്ള വരെ തോട്ടൊക്കെ ഉണ്ടായിരുന്നു ഡിസ്കഷൻസിൽ. ഇവിടെ പാട്ട് വെച്ച് ഡൗൺ ആകുമോ, പാട്ട് വെച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ അവിടെ പാട്ട് ഉണ്ടാവില്ല എന്നൊക്കെ വരെ തോട്ടുണ്ടായിരുന്നു. കാരണം സിനിമയാണ്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയാണ് സംഗീതം ചെയ്യുന്നത്. ആ പാട്ട് എത്ര വലിയ മറ്റേ ഓസ്കർ വേർത്തി പാട്ടാണെങ്കിൽ പോലും സിനിമയ്ക്ക് അത് വർക്കായില്ലെങ്കിൽ അത് പൂനിലാമഴ നമ്മൾ മാറ്റിവെച്ചത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ മാറ്റേണ്ടി വരുന്നൊക്കെ തോട്ടുണ്ടായിരുന്നു. പക്ഷെ ഇറ്റ് കെയിം ഔട്ട് സോ വെൽ. ഒരു എനർജി ലെവൽ ഒട്ടും ഡിപ്പ് ചെയ്യാണ്ട് വന്നു. പാടിയവരൊക്കെ അതനുസരിച്ച് അറിഞ്ഞു പാടി. എല്ലാവരും അവരുടെ എല്ലാം, അഫ്സൽ, റിമി, വിപിൻ സേവ്യർ, അതുപോലെ തലയിൽ പാടി അർജുൻ ശശി, സംഗീത്, ശങ്കർജി, എല്ലാവരും എവരിബഡി, പൂനിലാമഴ പാടിയ സംഗീത പ്രഭു, എല്ലാവരും എവരിബഡി ഗേവ് ദർ ഹാർട്ട്സ് ആൻഡ് സോൾസ്. പിന്നെ ഏറ്റവും എനിക്ക് പറയേണ്ട ഒരു പേര് ചോട്ടാ മുംബൈ പാടിയ പിള്ളേരുണ്ട്, ശ്രീരാഗ്, ശ്രീലക്ഷ്മി. അവരിപ്പോ പിള്ളേരല്ല, വലിയ പിള്ളേരാണ്. അന്ന് കൊച്ചു പിള്ളേരായിരുന്നു. അവരുടെ ശബ്ദമാണ് നമ്മളാ പണ്ട് എന്റെ മനസ്സിലൊരു റെഫറൻസ് ഉണ്ടായിരുന്നു, തിരുടയിൽ ഒരു കുട്ടികളുടെ ഒരു തിരുട എന്ന് പറയുന്ന സാധനമുണ്ട്. എന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടാക്കണം എന്നായിരുന്നു. കാരണം അത് സിനിമയിൽ മാത്രം ഒതുങ്ങിപ്പോയൊരു സംഭവം. അപ്പൊ അങ്ങനെ കുട്ടികളുടെ ശബ്ദം വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ടാവും.
അങ്ങനെ ഇപ്പോൾ ഓരോ ആളുകളും പാടിയ എലിമെന്റ്സ് മുതൽ മിക്സ് ചെയ്ത് കൃഷ്ണൻ സദാശിവൻ, അതുപോലെ ഓരോ എലിമെന്റുകളും എല്ലാവരും എവരിബഡി വർക്ക് ഹാർഡ്. അതിന്റെ റിസൾട്ടാണത്. പക്ഷെ അത് അന്ന് കിട്ടിയതിനേക്കാളും ഒരു അപ്രീഷിയേഷൻ ശരിക്കും ഇപ്പോ വരുന്നുണ്ട്. അത് ഇപ്പൊ പറഞ്ഞാൽ റീഡിസ്കവർ ചെയ്യപ്പെടുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ ഒന്നാമത്തെ കാര്യം, മെയിൻ സ്ട്രീം കൾച്ചറിന്റെ ഭാഗമായി വരുമ്പോഴാണ് ചെവി കൊടുക്കാത്ത ആളുകൾ പോലും ചെവി കൊടുക്കുക. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യണം, നമ്മുടെ വർക്ക് സ്പേസിൽ ഒരാൾ വന്നിട്ട് ഈ പാട്ട് കേട്ടില്ലേ, ഇപ്പോൾ ഇതാണല്ലോ ഹാപ്പനിങ് എന്ന് പറയുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ അത് ഇഷ്ടമായിരിക്കും, എന്നാൽ നമ്മൾ അതിന് ഒന്നും കൂടെ ഒരു ലെയർ ഡീപ്പായിട്ട് ഒന്നും കൂടെ നമ്മൾ കേൾക്കും. എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ അതിനെ ഇപ്പോൾ റീവിസിറ്റ് ചെയ്യുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു പോകണം. അത്ര സന്തോഷമാണ്. എക്സ്റ്റസീനൊക്കെക്കാൾ ഉപരി ഒരു ആനന്ദ ആശ്രവാണെന്ന് തന്നെ പറയാം. ഇപ്പം വാസ്കോ ഡ ഗാമ എന്നുള്ള പാട്ടില് ഒരുപാട് ഹാപ്പനിങ്സ് ഉണ്ട്. ഇപ്പൊ ആ ഒരു പാട്ടിനെ എങ്ങനെ ബ്രീഫ് ചെയ്തത് അൻവർ റഷീദ്? അതിതാണ്, ഒരു രീതിയിലും ഡൗൺ ആവാൻ പാടില്ല. സോങ് ഈസ് ടുവേർഡ്സ് എ ക്ലൈമാക്സ്. അത് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ പാട്ട് നടക്കില്ല, വർക്കാവില്ല. പിന്നെ അതൊരു ഈ പറഞ്ഞ ആഘോഷിക്കുന്ന പാട്ട്, ജനറിക്കായി, അതായത് ജനറിക്കായി പറ്റണം. അതായത് ഒരു പെർട്ടിക്കുലർ ന്യൂ ഇയർ ഒക്കേഷൻ ആണ്, എന്നാൽ പോലും ന്യൂ ഇയർ എന്നല്ലാതെ അതൊരു ഏതൊരു ആഘോഷം വന്നാലും നമുക്കത് ഇടാൻ പറ്റുന്ന ഒരു പഞ്ച് ആ പാട്ടിനുണ്ടാവണം. പിന്നെ അതേസമയം എനിക്ക് അതിൻ്റെ ഇടയിൽ കഥയും പറയാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ എന്താ കഥ, അതായത് സായികുമാർ എന്നെ മറ്റേ മണിച്ചേട്ടന്റെ ക്യാരക്ടർ വന്നിട്ട് പിടിച്ച് ആ പരിപാടി, ആ സംഭവങ്ങളൊക്കെ ഇതിനിടയിൽ കൂടെ നടക്കും. ഞാൻ പറഞ്ഞു, അപ്പൊ അത് നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊന്നെങ്കിൽ നമുക്ക് പാട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യാം. പാട്ട് കട്ട് ചെയ്തിട്ട് ഈ സീൻ കഴിഞ്ഞിട്ട് പാട്ട് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ പാട്ടിന്റെ എനർജി ഡിപ്പായി പോകില്ലേ. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ എനിക്ക് തോന്നിയൊരു സാധനം, നമുക്ക് പാട്ടിന്റെ ബീജത്തിൽ നമുക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സാധനം പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ചെയ്ത് നോക്കൂ, നമുക്ക് നോക്കാം. എപ്പോഴും ഡയറക്ടർ എപ്പോഴും നോക്കുന്നത് നമുക്ക് വേണ്ട ചലഞ്ചസ് നമുക്ക് ഇട്ട് തരും, ഓരോന്ന് ഇട്ട് തരും, എന്നാ പിടിച്ചോ, നമ്മൾ ആ ബോൾ പിടിച്ചോണം, പിടിച്ചിട്ട് നമ്മൾ അത് വെച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ സെക്കൻഡ് ഇന്റർലൂഡ് ആ ബീജിയത്തില് ആ ഒരു സീരിയസ് മോഡിലേക്ക് പോയി, അവിടെ മറ്റേ ആ ഇൻസിഡൻസ് നടക്കുന്നു, എന്നിട്ട് തിരിച്ച് ഒരു ഹമ്മിങ്ങിലൂടെ തിരിച്ച് ആ ട്രാക്കിലേക്ക് കയറും. അപ്പൊ പാട്ട് ഡിപ്പാവുന്നില്ല എങ്ങും. പിന്നെ അവസാനം അത് കഴിയുമ്പോൾ ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ വരുന്നു, മറ്റേ ആ ഒരു ഹൈ കൊയർ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ തിരിച്ചു വരണം. അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിലൊരു കുറെ ബ്രീഫുകളുടെ ഒരു ആകത്തുകയാണ് ആ പാട്ടൊക്കെ. ഇപ്പൊ കൊച്ചിക്കാരനായതുകൊണ്ടാണ് അങ്ങനെ ഒരു കാർണിവൽ സോങ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും. ഞാൻ ആക്ച്വലി കാർണിവല് വളരെ അടുത്ത് അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി കൊച്ചിയാണല്ലോ, പക്ഷെ എറണാകുളമാണ്. കൊച്ചി മീൻസ് ഫോർട്ട് കൊച്ചി അല്ല. പക്ഷെ എപ്പോഴും ഈ കാർണിവൽ സമയത്ത് ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലൊന്നും പേരൻസ് വിടില്ല അങ്ങോട്ട് ആ സൈഡിലേക്ക്, കാരണം തിരക്ക്, പ്രശ്നങ്ങൾ ഉണ്ടാവാം, പോലീസ് ബഹളം, ആളുകൾ തല്ലുണ്ടാവാം, ആളുകൾ കൂട്ടം, ഒരു വലിയൊരു മോബ് വരുമ്പോൾ എന്തും ആവാലോ. സെലിബ്രേറ്ററി ആണെങ്കിൽ പോലും അവിടെ എന്തും പ്രശ്നങ്ങൾ സംഭവിക്കാം. അപ്പൊ ഒറ്റയ്ക്കൊന്നും ഈ കുറച്ച് യൂത്തിനൊന്നും ഇപ്പോഴത്തെ പോലെ കുറെ കൂടെ ഫ്രീഡം ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല ചെറുപ്പത്തിലൊന്നും. പക്ഷെ പിന്നീട് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്തു. എന്നാൽ പോലും അതിനു മുമ്പ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഇമാജിനേഷൻ ആണ് ഇങ്ങനെ ആയിരിക്കും കാർണിവൽ. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ വാസ്കോ ഡ ഗാമന്റെ ഇടയ്ക്ക് ഇമോഷൻ ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയുള്ള ബീജി ഒക്കെ വന്നല്ലോ, അതുപോലെ തന്നെ അത് അൻവർ റഷീദ് പറഞ്ഞാണല്ലേ? അല്ല, അതിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുക, ബട്ട് യു ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട് ഹൗ ടു ഡു ഇറ്റ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ തല സോങ്ങിൽ അങ്ങനെ തന്നെ ആ തലയുടെ ക്യാരക്ടർ ഫാമിലി ബോണ്ട് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഫാമിലി ബോണ്ട് കാണിക്കുമ്പോൾ പാട്ട് സ്ലോ ആയി പോയില്ലേ, അതൊന്നും എനിക്കറിയില്ല, എന്താണ് ഇതിന്റെ യു ഹാവ് ടു ഡു ദിസ്. അപ്പോൾ ആ ഒരു മെലഡി വന്നിട്ട്, പക്ഷെ അതേസമയം നമ്മൾ ആ ഗ്രൂവിനെ, അത് ആ ഗ്രൂവ് ഉണ്ടല്ലോ, അതിന്റെ ബീറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ബീറ്റിലെ ചില എലിമെന്റ്സ് ഒന്ന് വലിച്ച് കുറച്ച്, ബട്ട് സ്റ്റിൽ ആ ബീറ്റ് ഇങ്ങനെ ഒരു ബാക്ക് ബോൺ പോലെ പോകുന്നുണ്ട്. അപ്പൊ തീരെ ഡിപ്പ് ആവുന്നില്ല, നല്ലൊരു മെലഡി ആയിട്ട് പോയി വീണ്ടും അതൊരു ഹൈയിലേക്ക് പോകും. ഇതിൽ ആദ്യം ലിറിക്സ് ആണോ ആദ്യം വന്നത്? അല്ലല്ല, ട്യൂൺസ് ആണ്. ബിക്കോസ് അത് ഇതൊരു ഈ പറഞ്ഞ വിഷ്വൽ ഡ്രിവൺ, നറേറ്റീവ് ഡ്രിവൺ പാട്ടുകളാണല്ലോ. അപ്പൊ ബേസിക്കലി ഡയറക്ടർ വാണ്ടഡ് ടു നോ ഇതെങ്ങനെ സൗണ്ട് ചെയ്യും, ഇതെങ്ങനെയായിരിക്കും മ്യൂസിക്കലി വരുന്നത്, എന്നാലേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലിറിക് ഓഫ് കോഴ്സ് വയലാർ ശരത്ചന്ദ്ര വർമ്മ വന്നിട്ട് ഹി ഡിഡ് എ സ്റ്റെല്ലർ ജോബ്. കാരണം ഒരു രീതിയിലും ആ ലിറിക്സ് ചില സമയത്ത് ട്യൂൺസ് മോഡേൺ അല്ലെ വേറൊരു വളരെ സ്റ്റൈലിഷ് ട്യൂൺസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ലിറിക്സ് വരുമ്പോൾ ആ ട്യൂണിന്റെ ഒരു സ്വഭാവം മാറിപ്പോവാറുണ്ട് ചില സമയത്ത്. പക്ഷെ അത് അങ്ങനെ ഒന്നും പറ്റാണ്ട് ഇപ്പൊ തന്നെ ഇന്നലെ
പിള്ളേര് ലിറിക്സ് നോക്കി ലിറിക്സ് പഠിച്ചോണ്ട് പോകുന്ന ആളുകളെ ഞാൻ കണ്ടു. അതിന്റെ ഒരു മീമാണ് ഇറങ്ങിയിട്ടുണ്ട്, ഇത് നീ അങ്ങോട്ട് തെറ്റിപ്പോയാലോ. ലിറ്ററലി ദാറ്റ് മേക്സ് us so happy. ഞാൻ ശരത്തേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ചേട്ടന്റെ ലിറിക്സുകൾ. ഞാനിത് വിളിച്ചപ്പോ പുള്ളി ഇത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. ശരിക്കും രാഹുൽ ആണോ കണ്ടിട്ടാണ് പുള്ളി ഈസ് ഗോയിങ് ബാക്ക് ടു ദി ഇന്റർനെറ്റ് ആൻഡ് ചെക്കിംഗ് ഇറ്റ് ഔട്ട്. അപ്പൊ ഹി വാസ് ഓൾസോ വെരി ഹാപ്പി. കാരണം എവിടെയോ മറന്നു കിടന്ന കുറെ കാര്യങ്ങൾ ആളുകൾ, അതൊരു സന്തോഷമല്ലേ. അതെ അതെ. ഇപ്പൊ ഞാൻ കണ്ടു ചേട്ടൻ ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വന്ന് 4 വർഷം എടുത്തു. 4.5 വർഷം. 4.5 വർഷം അല്ലേ? 4.5 വർഷം എടുത്തു ഇങ്ങനെ ഒരു കാര്യം പിച്ച് ചെയ്യാൻ വേണ്ടിട്ട്. ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ആ ജേർണി വാസ് ടഫ്. എവറി ഡേ വാസ് ടഫ്. പരസ്യങ്ങൾ ചെയ്യുമായിരുന്നു, ടി വി തീമുകൾ ചെയ്തു, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ വരുമാനം ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് ഉണ്ടാക്കിയെടുത്ത ചില കണക്ഷൻ, സ്നേഹങ്ങളാണ്, നമ്മൾ വർക്കുകളിലൂടെ ഉണ്ടാക്കിയെടുത്ത സ്നേഹങ്ങളിലാണ് അൻവറിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ 4.5 വർഷം ഈ 4.5 വർഷം എടുക്കും എന്ന് 4.5 വർഷം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കറിയില്ല. നമുക്ക് ആർക്കും അറിയില്ല. റൈറ്റ് നൗ യു ആർ സിറ്റിംഗ് ഹിയർ, വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ 1 ഇയർ ഇല്ലേ. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് എന്റെ വിചാരം അടുത്ത ആഴ്ച ഓക്കെ ആവുന്ന, അടുത്ത ആഴ്ച ഓക്കെ ആയിട്ടില്ല, പിന്നെ അടുത്ത ആഴ്ച ഓക്കെ ആവുന്ന വിചാരിക്കണം. അപ്പൊ നമ്മൾ ഓരോ ദിവസവും, ഇത് പറഞ്ഞാൽ ഒരുപക്ഷെ ക്ലീഷയായിട്ട് തോന്നാം, ഓരോ ദിവസവും എണീക്കുന്നത് വിത്ത് തോട്ട് ദാറ്റ് ഇന്നായിരിക്കും ആ ദിവസം, ഇന്നായിരിക്കും ആ സുദിനം, നമ്മളുടെ ഒരു ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരാൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു അവസരം കിട്ടുക. ആ ഒരു ചിന്തയിലും പ്രതീക്ഷയിലുമാണ് ലിറ്ററലി 4.5 വർഷം പോയതെന്ന് ഓർക്കുമ്പോഴാണ്. പക്ഷെ ആ 4.5 വർഷം എങ്ങനെ പോയെന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ ആക്ച്വലി പേടി വരും. കാരണം ദാറ്റ് വാസ് എ വെരി, ഒന്നുമില്ല നമ്മുടെ മുമ്പിൽ, ഒരു നോ ഓഫേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സോളിഡ് ആയിട്ട് അങ്ങനെ ഒന്നും ഇല്ല നമുക്ക്, അല്ലെങ്കിൽ സിനിമയിൽ ഡയറക്റ്റ് കണക്ഷൻസ് ഇല്ല. ഐ യൂസ് ടു ഡു, നമ്മൾ കോൾഡ് കോളിംഗ് എന്ന് പറയത്തില്ല മാർക്കറ്റിംഗിൽ, അത് ഡയറക്ട്ലി ഒരു നൗഷാദിക്ക് ഉണ്ട് GCDA കോംപ്ലക്സിൽ കാസറ്റുകൾ നടത്തുന്നത്. അദ്ദേഹമാണ് ഇപ്പൊ പൊറാട്ട നാടകം സിനിമയുടെ ഡയറക്ടർ, സിദ്ദിഖ് സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു. നൗഷാദിക്ക് അന്ന് എൻ്റെ ഒരു വലിയ ചേട്ടൻ മെന്ററാണ്. അപ്പൊ നൗഷാദിക്ക് ഓരോ ആളുടെ നമ്പർ എടുത്ത് തരും. അതെ, റാഫി മക്കാട്ടിന്റെ നമ്പർ, സിദ്ദിഖ് സാറിന്റെ നമ്പർ, വിനയൻ സാറിന്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞ് ഓരോ ആളുകളുടെ നമ്പർ എടുത്തിട്ട് ഓൻ വിളിച്ചോ എന്ന് പറയും. ഞാനിരുന്ന് വിളിക്കും ചാൻസ് തരാൻ. അപ്പൊ അവരുടെ വിചാരം ഏതോ ഒരു പയ്യൻ ലണ്ടനിൽ നിന്നൊക്കെ വന്നിട്ട് ഏതോ ഒരു പയ്യൻ ഈ കൊതിമൂത്ത് വിളിക്കുന്നത്, ആഗ്രഹം തരും. അപ്പൊ അവര് കാണാനുള്ള അവസരം തരും എപ്പോഴെങ്കിലും ഒക്കെ. എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ ചെന്ന് CD കേൾപ്പിക്കുക, അവരിരുത്തി കാസറ്റ് CD ഒക്കെ നേരിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി കേട്ട്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെ റിജക്ട് ചെയ്തിട്ടില്ല. അവസരങ്ങൾ, സിനിമയിലെ അവസരങ്ങൾ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, സിനിമയില് എന്ന് പറഞ്ഞാൽ അത്രയും ഉത്തരവാദിത്തങ്ങളാണ് ഒരു കമ്പോസർക്ക് അല്ലേ. അപ്പൊ എവിടെ നിന്ന് വന്നൊരു പയ്യൻ 2 പാട്ട് കേൾപ്പിച്ച ഉടനെ എടുത്തൊരു സിനിമ എടുത്തും കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അവരും ധർമ്മസങ്കടത്തിൽ അങ്ങനെയൊന്നും അല്ലേ. പക്ഷെ നമുക്ക് ഇതൊന്നും അറിയില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ബ്രേക്ക് കിട്ടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കോൾ ചെയ്ത് ആളുകളെ പോയി മീറ്റ് ചെയ്ത്, മോനെ പിന്നെ വിളിക്കും, മറ്റന്നാൾ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ. പക്ഷെ ഓരോ ദിവസം പ്രതീക്ഷയാണ്. ഇപ്പൊ ഒരാളുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടി അയാളുടെ സംസാരിച്ച് ആ കാര്യം റിജക്റ്റ് ആകുന്നവരെ നമ്മൾ ഹാപ്പിയാ, അത് നടക്കുന്നുള്ള പ്രതീക്ഷയില്ലേ. ദാറ്റ് പ്രോസസ് വെന്റ് ഓൺ. അപ്പൊ അതിനിടയിൽ പരസ്യങ്ങൾ നടക്കുന്നു, വർക്ക്സ് ഒക്കെ, കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ചെറിയ വർക്കുകൾ പിച്ച് ചെയ്യലുണ്ട് ക്ലയൻസിന് പരസ്യങ്ങൾക്ക് വേണ്ടി. അതായത് പൈസയൊന്നും മേടിക്കില്ല, ഒരു ഡയറക്ടർ ഒന്ന് കഥ പറയും, നമ്മളൊരു മ്യൂസിക് ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ട് അവർ വഴി ക്ലയന്റിന് കൊടുക്കും. അത് വർക്കായാൽ നമുക്ക് 2 പേർക്കും അവസരം കിട്ടും, അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പിച്ച് ചെയ്ത ഒരാളാണ് ഡിമൽ ഡെന്നിസ്, വലിയ പെരുന്നാളിന്റെ ഡയറക്ടർ. ഡിമൽ അൻവറിന്റെ ക്ലോസ് ഫ്രണ്ടാ. അങ്ങനെയാണ് അൻവറിലേക്കുള്ള. അപ്പൊ ഇതെല്ലാം ഓരോന്നിലേക്ക് ലീഡ് ചെയ്യുന്ന പാതയാണ്. അതിനു മുമ്പ് അൻവർ രാജമാണിക്യത്തിന്റെ ഫൈനൽ മിക്സും അല്ലെങ്കിൽ സ്കോറൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ലാൽ മീഡിയയിൽ ആഡുകൾ ചെയ്യാൻ പോകുമ്പോൾ അൻവർ എന്തൊക്കെയോ ഒരു ബാഗും പിടിച്ചുകൊണ്ടൊക്കെ അങ്ങോട്ട്, അൻവർ തന്നെയാണ് ഓടി നടക്കുന്നത് ഒരു സ്റ്റുഡിയോയിൽ വേറെ സ്റ്റുഡിയോയിലേക്ക്, അവിടെ നിന്ന് പ്രൊഡക്ഷനിലേക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് ബൈക്കിലൊക്കെ പിടിച്ച അപ്പൊ ഇതാണ് അൻവർ റഷീദ്, മറ്റേ രാജമാണിക്യം നടക്കുന്ന ഡയറക്ടർ ആണോ. ഓക്കെ ശരി, നമുക്കറിയില്ല. അതുകൊണ്ട് രാജമാണിക്യം ബിക്കെയിം മെഗാ, ഒരു രക്ഷയില്ലാത്തൊരു സിനിമയെ മാറിയില്ലേ. അത് കഴിഞ്ഞപ്പോൾ അൻവറിന്റെ ഒരു ഗ്രാഫ് അങ്ങ് മാറി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ്, അപ്പോഴും നമ്മളൊരിക്കലും അൻവറിനെ കാണുന്നോ മീറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അപ്പൊ എപ്പോഴൊക്കെയോ ചെയ്ത കുഞ്ഞു കുഞ്ഞു നന്മകളുടെ ഒരു ഭാഗമായിട്ടാണ് ഡിമലിന് അങ്ങനെ തോന്നിയത്. ഓക്കെ, നമുക്ക് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ പോലും അറിയാണ്ടാണ് കേട്ടോ എന്റെ വർക്ക് പിച്ച് ചെയ്യപ്പെട്ടത്. ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഒരു വിളി വരുമായിരുന്നു, അങ്ങനെയാണ് സംഭവിച്ചത്. ഫസ്റ്റ് മീറ്റ് ഇത് ഒരു ദിവസം ഡിമല് വീട്ടിൽ വന്നിരുന്നിട്ട് CD റൈറ്റ് ചെയ്തുകൊണ്ട് പോയി, നിന്റെ എല്ലാ സാധനം ഞാൻ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ, എനിക്ക് കേൾക്കാനാന്ന് പറഞ്ഞു. ഇത് എന്തിനാന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് രാഹുൽ നമുക്കൊരു ഫോട്ടോ വെച്ച് വരുന്ന കൂട്ടുവരാം. പക്ഷെ എന്തിനാ, വേറെ വാ, വെറുതെ കറങ്ങിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാനും ഡിമലും കൂടെ എൻ്റെ 800 പോയി അവിടെ ഫോർട്ട് കൊച്ചിയിൽ പോയപ്പോൾ ഏതൊരു വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിൽ വാടകയ്ക്ക് എടുത്ത ഒരു സംഭവമാണ്.
അപ്പോൾ ഡോർ തുറക്കുന്നു, ഹായ് ഞാൻ അൻവർ റഷീദ്. ഞാൻ രാജമാണിക്യം, അതെ ഞാൻ തന്നെ. എന്നിട്ട് ഇരിക്കടാന്ന് പറഞ്ഞ് ഇരുന്നു. നമ്മുടെ ഒരു പുതിയ സിനിമ ഉണ്ട് ചോട്ടാ മുംബൈ, അതിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ഇതിപ്പോ എന്താ എന്നോട് പറയണം, അങ്ങനെ ഇരിക്കുക. പറഞ്ഞ് ഇതിലൊരു ഈ പറഞ്ഞ ഇതൊരു തീം ചെയ്യണം, അത് ഓക്കെ ആണെന്നല്ലേ നീയാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നതാന്നൊക്കെ. അപ്പൊ ലാലേട്ടനാണെന്ന് പറഞ്ഞത് എപ്പോഴായിരുന്നു? അതപ്പോഴെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതായത് നമ്മള് ദൈവം ഇതിൽ ഓൾറെഡി അടിക്കുവോ അത് വെറുതെ ആണോ എന്താണ് നമുക്കറിയില്ല. കാരണം അതിനു മുമ്പ് പല കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. ബട്ട് ഇറ്റ് ഹാപ്പൻഡ്.